ഹലോ. മമ്മൂക്കേനെ നായകനാക്കി നമ്മുടെ സ്വന്തം ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്യുന്ന സിനിമ, അതിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ട് എന്തെങ്കിലും പറയുമെന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ അപ്ഡേറ്റ് ഒക്കെ മമ്മൂക്ക ചിത്രമാണ്, ഗൗതം വാസുദേവ മേനോൻ ചിത്രമാണ്, ബസൂക്കയ്ക്ക് ശേഷം വരാനിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ്. സോ കുറെ ആളുകൾ ആ അപ്ഡേറ്റുകളൊക്കെ അന്വേഷിച്ച് പിടിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും പറഞ്ഞു കേൾക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ പറയാനാണ് എനിക്കും താല്പര്യം. സോ ഭയങ്കര താല്പര്യമുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. വളരെയധികം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു സബ്ജക്റ്റുമാണ്. മമ്മൂക്ക അറിയാവുന്ന കുറച്ച് അപ്ഡേറ്റുകൾ പറയാം. അതായത് മമ്മൂക്ക ഇതില് ഡിറ്റക്റ്റീവ് ആയിട്ടാണ് വരുന്നത്. ഇത് ഒരു തെലുങ്ക് സിനിമയുടെ റീമേക്ക് ആണോ ചോദിക്കേണ്ടത്, അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ഡിറ്റക്റ്റീവ് ആയിട്ട് വരിക എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോമഡി പശ്ചാത്തലത്തിൽ പറഞ്ഞു പോകുന്ന ഒരു സിനിമ കൂടിയാണ്. എന്നാൽ ഇതിന്റെ എഴുത്തുകാരിൽ ഒരാളായിട്ടുള്ള നീരജ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇത് ഷെർലക് ഹോംസിന്റെ ലൈനിൽ പോകുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്നുള്ളതാണ്. കോമഡിയുടെ നേംപൊടി എല്ലാ സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അത്തരം ത്രില്ലർ സാധനങ്ങൾ അതിന്റെ ഇമ്പാക്റ്റോട് കൂടി തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. മാത്രമല്ല, ഒരു നോർമൽ സംഭാഷണത്തിൽ ഇരിക്കെ ഇങ്ങനത്തെ ഒരു ആശയം ഗൗതം വാസുദേവ മേനോനോട് ഈ എഴുത്തുകാർ സംസാരിക്കുകയും പുള്ളിക്കാരന് വളരെയധികം താല്പര്യം തോന്നുകയും ഇത് മമ്മൂക്ക ചെയ്തു കഴിഞ്ഞാലായിരിക്കും ബെറ്റർ എന്നുള്ളൊരു ഒരു ചിന്താഗതി വരും. കാരണം മമ്മൂക്ക ഇപ്പൊ അത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഓരോ തവണയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മമ്മൂക്കയായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടി പറഞ്ഞപ്പോൾ മമ്മൂക്ക അതിന് ഗ്രീൻ സിഗ്നൽ കാണിക്കുകയും ഓഫ് കോഴ്സ് ഒരു വ്യത്യസ്തമായിട്ടുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ മമ്മൂക്ക അത് ഇപ്പൊ സ്വീകരിക്കും. അങ്ങനത്തെ ലെവലിലാണ് പുള്ളിക്കാരന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും മമ്മൂക്ക ഇത് യെസ് പറഞ്ഞിട്ടില്ലെങ്കിലേ ഉള്ളൂ. സോ മമ്മൂക്കന്റെ എസ് കൂടി കിട്ടിയോട് കൂടി പിന്നൊന്നൊരു പ്രശ്നമല്ല, ഒറ്റയടിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്ന് പറഞ്ഞ രീതിയിലാണെന്നാണ് നീരജ് പറഞ്ഞിട്ടുള്ളത്. കാരണം നമുക്ക് എസ് പറഞ്ഞാൽ പ്രൊഡക്ഷന് പ്രോബ്ലം ഇല്ല, ബാക്കി എന്തെങ്കിലും കാസ്റ്റിന് പ്രോബ്ലം ഉണ്ടോ ഇല്ല, ബാക്കി എന്തെങ്കിലും ക്രൂ ഒന്നിനും പ്രോബ്ലം അല്ല. കാരണം അമ്മ അത് മമ്മൂക്കയും ലാലേട്ടനാണെങ്കിലും ഓഫ് കോഴ്സ് എല്ലാ സമയത്തും തന്നെയാണ് നടക്കുക. അതിനേക്കാൾ ഉപരി ഇപ്പോഴത്തെ മമ്മൂക്കേന്റെ സ്റ്റേജ് വെച്ച് നോക്കുമ്പോൾ ഒരു ഭയങ്കരമായ പോക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് യാതൊരു പ്രോബ്ലം വന്നിട്ടില്ല. അങ്ങനെയാണ് ഈ പടം സംഭവിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. ഡിക്റ്റേറ്റീവ് ആയിട്ട് വരിക എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ ഈ കോമഡി കൈകാര്യം ചെയ്യും. മമ്മൂക്കനെ എങ്ങനെ ഇവർ പ്രസന്റ് ചെയ്യും എന്നുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ട്. കാരണം മമ്മൂക്ക പൊതുവെ കോമഡി കൈകാര്യം ചെയ്യുമ്പോൾ എനിക്ക് മറ്റുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന അനുസരിച്ച് മമ്മൂക്ക തന്നെ ചെയ്യുന്ന മറ്റു കഥാപാത്രങ്ങളെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി അത്ര മെയ്വഴക്കത്തോടു കൂടി ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോ നല്ല സിനിമ, ഇപ്പോ എന്താ പറയുക, തുറുപ്പുകാരനൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ എന്നാൽ പോലും ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ കോമഡി അങ്ങനെ അങ്ങോട്ട് വഴങ്ങുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇത് എന്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ആ സിനിമയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ നമുക്ക് ചെയ്തിട്ടുള്ള കോമഡി കഥാപാത്രങ്ങളെ വളരെ അധികം സ്നേഹത്തോടെ അംഗീകരിച്ചിട്ടുള്ള ആളുകളാണ് മലയാളികൾ. പക്ഷെ ഞാൻ എന്റെ ഒരു അഭിപ്രായം അതിന്റെ ഇടയിൽ പറഞ്ഞു എന്നുള്ള മാത്രമാണ്. ആ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ഒന്നുകൂടെ ആകാംക്ഷയോടെ ഈ ഒരു കോമഡി സംഭവം എങ്ങനെ മമ്മൂക്ക ചെയ്യും, ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ മമ്മൂക്ക അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നൊക്കെയുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും അങ്ങനെയാണ് സംഗതികളുടെ ഒരു കിടപ്പ്. ഇനി തെലുഗു സിനിമ, തെലുഗു ആണോ കന്നഡ ആണോ എന്ന് എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു തെലുഗു സിനിമയാണെന്നാണ്. നമ്മുടെ സായ് ശ്രീനിവാസ ആർത്രയ, ഏജന്റ് സായ് ശ്രീനിവാസ ആർത്രയ എന്ന് പറഞ്ഞിട്ടുള്ള ആത്രയ എന്നാണ് തോന്നുന്നു കേട്ടോ. ആ സിനിമയുടെ റീമേക്ക് ആണ് ഈ മമ്മൂട്ടി ചിത്രം എന്നുള്ള രീതിയിൽ വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. പക്ഷെ ഒഫീഷ്യലി ഇതിനെക്കുറിച്ചുള്ള യാതൊരു സംഭവം വന്നിട്ടില്ല. ആൻഡ് പേഴ്സണലി ഞാൻ ചിന്തിക്കുന്നത് അത് അങ്ങനെ ആവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ അത് അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് ഇൻസ്പയർ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു കഥ ആവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ആ സിനിമ അതുപോലെ എടുത്ത് ഇപ്പോഴത്തെ ഒരു ഈ 2024 അങ്ങനെ ഒരു പടം ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഏജന്റ് സായി ശ്രീനിവാസ ആർദ്രയ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ്. ഞാൻ ഈ അടുത്താണ് കണ്ടിട്ടുള്ളത്. എനിക്ക് തിരക്കേടില്ലാത്തൊരു സിനിമയായിട്ടാണ് തോന്നിയത്. കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമ. എനിക്ക് ഭയങ്കര സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് മോശം എന്ന് പറയാൻ പറ്റില്ല. നല്ല രസത്തിൽ ആ ക്യാരക്ടറിനെ ഇതിലെ നായകൻ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കഥ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട്. ഇത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള അയ്യോ ഈ ഒരു ഏജന്റ് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ കോമഡി സാധനങ്ങൾ കുറെയൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ഈ കാറിന്റെ അകത്ത് പേഴ്സണൽ കാര്യങ്ങൾ പറയാ മാത്രമേ, ഐ മീൻ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ പാടില്ല, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ അയാൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്ന രീതി, ഒരു കഥ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള സാധനം വന്നുകൊണ്ടിരിക്കുമ്പോൾ കാറി കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് വേറൊരു സംഭവം സംസാരിക്കുകയാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇയാൾ ഈ കേസ് തെളിയിക്കുന്ന രീതിയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. എനിക്കൊരു ഒരു ആവറേജ് അല്ലെങ്കിൽ
ഒരു എബോ ആവറേജ് മാത്രം ഫീൽ തന്നിട്ടുള്ള വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സോ അത്തരത്തിലൊരു സിനിമ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് അവരുടെ അവിടെയാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഒരുപാട് ആളുകൾ കണ്ട് വളരെയധികം അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. അപ്പൊ അത്തരത്തിൽ ഒരു പക്ഷേ ഇത്രയും വിജയമായിട്ടുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ റീമേക്ക് വന്നുകൂടായില്ല. പക്ഷെ മമ്മൂക്ക അതിന് തുനിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ക്യാരക്ടറിന്റെ സ്വഭാവം, ആ കഥ പറയാൻ വിചാരിച്ചിരിക്കുന്ന ഒരു കോമഡി സംഭവം ഉണ്ടല്ലോ, ഒരു കോമഡി ലൈൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഇൻസ്പയർ ആയി അത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തിന് ഒരു പക്ഷെ സൃഷ്ടിച്ചതിന് ശേഷം ഇതിലെ കഥാ സാഹചര്യങ്ങളും കേസുകളൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് മറ്റൊരു വിധത്തിലുള്ള കേസുകളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. ആ കഥ അതുപോലെ എടുത്തിട്ട് റീമേക്ക് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതങ്ങനെ സംഭവിക്കും ഞാൻ കരുതുന്നേ ഇല്ല. സോ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ. എന്തായാലും ആദ്യം പറഞ്ഞ അപ്ഡേറ്റുകൾ എല്ലാം കറക്റ്റ് തന്നെയാണ്. ലാസ്റ്റ് പറഞ്ഞത് എൻ്റെ ഒരു ചിന്ത മാത്രമാണ്. അതിനോട് യോജിക്കുന്നുണ്ടെങ്കിലും യോജിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സോ എന്തായാലും ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിട്ടാണ് കാണുന്നത്. ഒരൊറ്റ കാര്യത്തിലെ സങ്കടമുള്ളൂ, ഈ ഗൗതം വാസുദേവ് മേനോൻ ഇത്രയും അലസനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുമ്പോൾ. ഞാൻ പറയാൻ കാരണം, ധ്രുവ നക്ഷത്രങ്ങളിലൊക്കെ എത്രമാത്രം പെൻഡിങ് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. അതല്ലാണ്ട് സൂര്യയായിട്ടൊരു വർക്ക് ഉണ്ടായിരുന്നു, അത് ഒഴിവായി പോയതാണ്. അങ്ങനെ പല കാര്യങ്ങളും ഈ ലാഗ് കൊണ്ടേ ഇങ്ങനെ സിനിമയ്ക്ക് ഇങ്ങനെ ഇത്രയും സമയം എടുക്കുന്നതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുറെ സിനിമകൾ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരാൾ നമുക്കിനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ അതെങ്കിലും ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ആ ഒരു കാര്യത്തിൽ മാത്രമാണ്, അതിങ്ങനെ ലാഗ് വന്ന് എന്തെങ്കിലും ആയി പോവോ എന്നൊക്കെയുള്ളൊരു ചെറിയ നേരിയ ഭയം ഒരു സിനിമ ആരാധകൻ എന്ന രീതിയിൽ മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. എന്തായാലും ആ വിഷയത്തിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണുള്ളത് കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയറും കൂടെ ചെയ്താൽ സന്തോഷം, സമാധാനം.